ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജൂലൈ 5 ബഷീർ ദിനം നമുക്കറിയാവുന്നതാണല്ലേ. അപ്പോൾ ബഷീർ ദിനത്തോടനുബന്ധിച്ച് LP, UP, HS എന്നീ തലങ്ങളിൽ നടത്താനിരിക്കുന്ന ക്വിസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ 50 ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. റെഡിയാണോ? ഒന്നാമത്തേത്, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് 1908 വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? അദ്ദേഹത്തിൻ്റെ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്. ബേപ്പൂർ സുൽത്താൻ. 3, മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനിൽ ഒരാൾ ആരാണ്? ബഷീർ തന്നെയാണ്. ഓക്കെ. 4ാമത്തെ ചോദ്യം, ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബേപ്പൂർ എന്നത് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ബേപ്പൂർ കോഴിക്കോട് ജില്ല. 5ാമത്തേത്, ബഷീറിൻ്റെ അച്ഛൻ്റെ പേര്. ബഷീറിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കായ് അബ്ദുറഹ്മാൻ. കായ് അബ്ദുറഹ്മാൻ. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. ബഷീറിൻ്റെ അമ്മയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ പേര് കായ് അബ്ദുറഹ്മാൻ, അമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ. ഓക്കെ, കുഞ്ഞാത്തുമ്മ. 7, ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഓക്കെ, കോട്ടയം ജില്ലയിലാണ്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. സാഹിത്യത്തിലെ സുൽത്താൻ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീയാണ്. പത്മശ്രീ പുരസ്കാരമാണ്. 10, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയും ബഷീർ തന്നെയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ. ഭാര്യയുടെ യഥാർത്ഥ പേര് ഫാത്തിമ ബീവി എന്നായിരുന്നു. പക്ഷേ ഫാബി ബഷീർ എന്നാണ് അറിയപ്പെടുന്നത്. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി. ഓക്കെ, വള്ളത്തോൾ പുരസ്കാരം നേടിയപ്പോൾ അത് പങ്കിട്ട സാഹിത്യകാരി 1993 ബാലാമണി അമ്മ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. മമ്മൂട്ടിയാണ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായിട്ട് വേഷമിട്ടിട്ടുള്ളത്. ഇനി ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവി നിലയം എന്ന സിനിമ. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ. ഓക്കെ. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ. 18, ബാല്യകാല സഖി എന്ന നോവൽ സിനിമ ആക്കിയത് ഏതൊക്കെ സംവിധായകരാണ്? ഭാസ്കരനും പ്രമോദ് പയ്യന്നൂരും. ഇവർ രണ്ടുപേരും ചേർന്നാണ് ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കിയത്. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ഫാബി ബഷീർ. അതാ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. 20ാമത്തെ ചോദ്യം, മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ബാല്യകാല സഖി. ഓക്കെ, ബാല്യകാല സഖി. 21, വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നാണ്? വെളിച്ചത്തിനെന്തു വെളിച്ചം, ഇത് എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന കൃതിയിലാണ് ഈ വാക്യം പ്രയോഗിച്ചിട്ടുള്ളത്. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ബഷീറിൻ്റെ കുടുംബ പശ്ചാത്തലം തന്നെയാണ് ഈ ഒരു പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബഷീറിൻ്റെ ഏതു കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടി ഉള്ളത്? അതും പാത്തുമ്മയുടെ ആടിന് തന്നെയാണ്, പെണ്ണുങ്ങളുടെ ബുദ്ധി. ബഷീർ രചിച്ച ഒരേ ഒരു നാടകം കഥാബീജം. ആത്മകഥാപരമായി ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മയുടെ അറകൾ. 26, ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതിയാണ് നേരും നുണയും. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞം. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണേ. ബഷീർ രചിച്ച ആദ്യ നോവല് നമ്മൾ പറഞ്ഞു പ്രേമലേഖനം. ഒന്നും ഇമ്മിണി വല്യൊന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ പ്രയോഗിച്ചിട്ടുള്ളത്? ഒന്നും ചേർന്നാൽ ഇമ്മിണി വല്യൊന്ന്. ബാല്യകാല സഖിയിലാണ്. 30ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി ഏതാണ്? മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ബാല്യകാല സഖിയാണ്. ബാല്യകാല സഖി അവതാരിക എഴുതിയത് ആരാണ്? അതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് MP പോളാണ്. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതിയാണ് MP പോൾ. ഇനി ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് A. വിൻസെൻ്റ് ആണ്.
മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. മണ്ടൻ മൂത്തപ്പ ബഷീറിന് ഏതു കൃതിയിലെ കഥാപാത്രമാണ്? മണ്ടൻ മൂത്തപ്പ. ഓക്കെ, മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ ഒരു കഥാപാത്രമാണ് മണ്ടൻ മൂത്താപ്പ. 36ാമത്തെ ചോദ്യം, ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹമാണ്. കോഴിക്കോടിലെ ഉപ്പ് സത്യാഗ്രഹം. ഇതിനുശേഷമാണ് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്. 37 5ാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജിയെ കാണാൻ വേണ്ടിയായിരുന്നു. ഗാന്ധിജിയെ കാണാൻ വേണ്ടി. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉജ്ജീവനം എന്ന പത്രത്തിലായിരുന്നു. ഉജ്ജീവനം. പ്രഭ എന്ന തൂലികാനാമത്തിൽ. ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏതു കൃതിയിൽ ഉള്ള കഥാപാത്രങ്ങളാണ്? ആനവാരിയും പൊൻകുരിശും എന്നതിലെ കഥാപാത്രങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് കഥാപാത്രങ്ങൾ തന്നിട്ട് ഇത് ഏത് കൃതിയിലെയാണെന്ന് ചോദിക്കാറുണ്ട് ക്വിസിനൊക്കെ. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? റൊണാൾഡ് ഇ ആഷർ. ഓക്കെ, റൊണാൾഡ് ഇ ആഷർ. 41 സാഹിത്യ ലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിന്റെ കൃതി? ശബ്ദങ്ങൾ. 42 സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ശബ്ദങ്ങളാണ്. ആധുനികതയുടെ ശബ്ദം. ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം എന്ന കഥയായിരുന്നു. ഏതു പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത്? ജയകേസരി എന്ന പ്രസിദ്ധീകരണത്തിലാണ്. ജയകേസരി. ബഷീറിന് ഡിലീറ്റ് ബിരുദം നൽകിയ സർവകലാശാല കോഴിക്കോട് സർവകലാശാലയാണ്. ഡിലീറ്റ് ബിരുദം നേടി കൊടുത്തത്. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം 1994 ജൂലൈ 4 ആ അനുസ്മരണമാണ് നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരമാണ് യാ ഇലാഹി. യാ ഇലാഹി. ഇനി ബഷീറിന്റെ ശതാബ്ദി ആചരിച്ച വർഷം 2018. 49 ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന പേരിലായിരുന്നു. ലാസ്റ്റ് 50ാമത്തെ ചോദ്യമാണ്. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ MA റഹ്മാൻ ആണ്. MA റഹ്മാൻ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കി. അടുത്ത പാട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല രീതിയിൽ തന്നെ ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക്